സമയം 11 മണി. കോളേജിൽ പോവുകയാണേ. 11:30ക്കാണ് ബസ് വരില്ല. അപ്പോൾ 11 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നാണ് കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷൻ. സോ ഞങ്ങൾ ഡാൻസ് ഇന്നാണ്. ഈ 11:30ക്ക് പോകണോണ്ട് എനിക്ക് കോളേജിൽ പോകണ ഒരു ഫീലും ഇല്ല. അങ്ങനെ ഞാൻ മനസ്സോടെ നടന്ന് സ്റ്റോപ്പ് എത്തി. ഡാൻസ് പ്രാക്ടീസ് പറഞ്ഞ് അങ്ങനെ ഇന്നാണ് ഡാൻസിൻ്റെ ഫൈനൽ ഡേ. അപ്പോൾ കോളേജിലേക്ക് പോകാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. വെയിൽ താങ്ങാൻ പറ്റത്തോണ്ട് അവസാനം ഞാൻ കുടയെടുത്തു. പിന്നെ എൻ്റെ കോളേജിൽ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് വരുന്നത്. അപ്പോൾ ആരാ വരുന്നതെന്ന് ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഫെജോ മാത്രമല്ല, കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ കൂടെ വരുന്ന ഗസ്റ്റ് ആരാന്ന് നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം. പിന്നെ കോളേജിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേർ തന്നെ ഫുഡ് കൊടുന്നിട്ട് അത് സെയിൽ ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത് ഷവർമ, വെജ് ബിരിയാണി, എഗ്ഗ്, പിന്നെ ഉപ്പിലിട്ട അമ്പഴങ്ങ വലിയ കുഴപ്പമില്ല, പക്ഷേ എനിക്കിഷ്ടമായില്ല. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ ഫുഡുകളും കുറച്ച് നേരം കൊണ്ട് തന്നെ തീർന്നു. കോളേജ് എത്തി ഡ്രസ്സ് മാറ്റിയിട്ട് ഔട്ട്ഫിറ്റ് ചെക്ക് എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോഴത്തേക്കിനും വീണ് പല്ലും മുഖമൊക്കെ ഒന്നായേനെ. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് ഫെജോന്റെ കോൺസേർട്ട് തുടങ്ങി. അടിപൊളി പരിപാടിയായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്തു. ഞങ്ങൾ ഫ്രണ്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫെജോന്റെ കൂടെയുള്ള വേറൊരു ഗസ്റ്റ്. പണ്ട് തൊട്ടേ ബീറ്റ് ബോക്സിൽ കത്തി നിൽക്കുന്ന ആളാണ് ആദർശ്. കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചയായിരുന്നു രണ്ടുപേരും ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ. ഇനി ഞങ്ങൾ ഇന്ന് പിള്ളേർ ഫ്രണ്ടിന്റെ വീട്ടിലാണ് സ്റ്റേ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നാളെ പറയാം.